നമുക്കിടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനെയൊട്ട് തീറ്റിക്കത്തുമില്ല. അങ്ങനെയാണ് നമുക്കിടയിൽ നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം. എല്ലാവരും അല്ലേ? പക്ഷെ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ്. എല്ലാവർക്കും ചിന്ത അവരവർക്ക് എന്ത് കിട്ടും, അതൊരു ചിന്തയാണ് പലർക്കും. ചിലർ അങ്ങനെയല്ല. ആരെന്ത് ചെയ്താലും അതിനെ വിമർശിക്കുക, അതിനെ കുറ്റപ്പെടുത്തുക, അതൊരു അവരുടെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റായി കണ്ടുകൊണ്ട് അതിനെ മറ്റുള്ളവരിലേക്ക് ആ അവരുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ അത് അങ്ങ് വർദ്ധിച്ചു വരിക. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാതെ അതിനകത്ത് എന്ത് കുറ്റം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി അത് പ്രചരിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഒരു ടോണി അച്ചായൻ എന്ന് പറയുന്ന ഒരു യുവാവ്. അദ്ദേഹം കോട്ടയം ജില്ലയിലെ ഒരു ജുവലറി നടത്തുക. ഒരു ജുവലറി അല്ല, അദ്ദേഹത്തിന് പല ശാഖകളുണ്ടെന്നാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. പലരും അവരവരുടെ ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ് CJ റോയി, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ, ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം ഈ ഇവിടെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇടപെട്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായവും പിന്തുണയും ഒക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയ വഴി വളരെയേറെ പിന്തുണ ആർജിച്ച ഒരാളാണ് CJ റോയി. CJ റോയിയുടെ ബിസിനസ് ഒക്കെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓരോ പദ്ധതികളിലും കോടികൾ ആളുകൾ സ്വയം അങ്ങോട്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒടുവിലെത്തി. അങ്ങനെ ആ സ്ഥിതിയിലേക്ക് അയാളുടെ ബിസിനസ് എത്തിച്ചത് അയാളുടെ ഈ ചാനലുകൾ നടത്തുന്ന ഷോകളും മറ്റും സ്പോൺസർ ചെയ്തും അതുപോലെ അദ്ദേഹം പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തും ഒക്കെയാണ്. നമുക്കറിയാം, നമ്മളതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ആളുകളാണ്. നമ്മളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ചാനലുകൾ അദ്ദേഹത്തിന്റെ ചാനലുകളിൽ വരുന്ന അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ കണ്ടാൽ മാത്രം മതി, നമ്മൾ അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നു. അപ്പോ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കല്ല വരുന്നത്. ഈ ടോണി അച്ചായൻ ഒരു യുവാവാണ്. അദ്ദേഹം കോട്ടയത്ത് ഒരു ജുവലറി നടത്തുന്ന ആളാണ്. അദ്ദേഹം ചാരിറ്റി ചെയ്യാൻ തുടങ്ങി. ചില നന്മ മരങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രേരകമായത്. അത് അങ്ങനെ ആയിരിക്കണം. അദ്ദേഹം ഒരു നന്മമരമാകാൻ ശ്രമിച്ചു. നന്മമരമായി. ശ്രമിച്ചു എന്നല്ല, ആ ശ്രമത്തിലൂടെ അദ്ദേഹം ഒരു നന്മമരമായി. ഏകദേശം 40ഓളം കുടുംബങ്ങൾക്ക്, വീടില്ലാത്ത കുടുംബങ്ങൾക്ക് കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള വീടുകൾ വച്ചു കൊടുത്ത് അദ്ദേഹം 40ഓളം കുടുംബങ്ങളെ സംരക്ഷിച്ചു. ഒരുപാട് പേർക്ക് ചികിത്സാ സഹായമായാലും വിദ്യാഭ്യാസ സഹായമായാലും വീട് ജപ്തിയായി പ്രതിസന്ധിയിൽ നിന്ന കുടുംബങ്ങൾക്ക് അവരുടെ ജപ്തി ഒഴിപ്പിച്ചു കൊടുക്കുന്നതിൽ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്, ചാരിറ്റി വർക്കുകളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആരുടെ നിന്ന് 1 രൂപ പോലും മേടിച്ചല്ല ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് അദ്ദേഹം ആണയിട്ട് പല വീഡിയോകളിലും പറയുന്നുണ്ട്. അദ്ദേഹം നടത്തുന്ന ബിസിനസ്സിൽ സ്വർണ്ണ വ്യാപാരമാണ് അദ്ദേഹം നടത്തുന്നത്. ആ സ്വർണ്ണ വ്യാപാരത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ, അതിന്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് എടുത്ത അദ്ദേഹം ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോൾ ന്യായമായിട്ടും അത് സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചരിപ്പിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കടയിൽ ചിലപ്പോൾ പോയി സാധനങ്ങൾ വാങ്ങിക്കും, സ്വർണ്ണമൊക്കെ വാങ്ങിക്കും. സ്വർണ്ണ ആവശ്യം വന്നാൽ അദ്ദേഹത്തിന്റെ കടയിൽ പോയി വാങ്ങിക്കും. അങ്ങനെ ബിസിനസ്സുകൾ കൂടും. ചെറുതും വലുതുമായ ബിസിനസ്സുകൾ കൂടി അദ്ദേഹം ആദ്യം ഒരു കട ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പല കടകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ
അദ്ദേഹം 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങാതെ, ഒരു സംഭാവനയും ആരിൽ നിന്നും വാങ്ങാതെ, അദ്ദേഹത്തിന്റെ മിടുക്ക് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രകടനം കണ്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചാരിറ്റി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് സ്വർണം വാങ്ങിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വ്യാപാരികളുമുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവർ സംഭാവന കൊടുത്തെന്ന് വരും. അല്ലെങ്കിൽ അവിടെ സംഭാവന ചോദിച്ച സംഘടനകൾ ചെല്ലുവാണെങ്കിൽ അവർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു ഭിക്ഷക്കാരന്, ഒരു യാചകന് പോലും 10 പൈസ കൊടുക്കാത്ത എത്രയോ മുതലാളിമാർ, എത്രയോ സ്വർണ്ണ കച്ചവടക്കാർ, അല്ലാത്ത കച്ചവടക്കാർ, ബിസിനസ്സുകാരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടെന്നറിയാമോ? എനിക്ക് നേരിട്ടറിയാവുന്ന പല സംഭവങ്ങളുണ്ട്, പലരെ അറിയാം. ഒരു രൂപ പോലും ഒരു ഭിക്ഷക്കാരൻ വന്ന് ചോദിച്ചാൽ അവന് 1 രൂപ പോലും കൊടുക്കാത്ത ആളുകൾ നമുക്ക് ചുറ്റും. ആ സാഹചര്യത്തിലാണ് ഇയാളെ പോലുള്ള ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ നന്മമരമായി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ലാഭത്തിലെ ഒരു വിഹിതം. ലാഭം എല്ലാം എടുത്ത് കൊടുക്കാൻ പറ്റും. ലാഭത്തിലെ ഒരു വിഹിതം. അപ്പൊ അത്രത്തോളം ബിസിനസ് അയാൾക്ക് കിട്ടുന്നുണ്ട്. സ്വർണ്ണക്കടയിൽ അത്രയും അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനങ്ങളിൽ അത്രത്തോളം ബിസിനസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഭാഗം എടുത്ത് ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അതിനെന്താ തെറ്റ്? അതിന് വല്ല തെറ്റുമുണ്ടോ? അദ്ദേഹം സ്വമേധയാ ചെയ്യുന്നത്. ആരും അദ്ദേഹത്തെ പറഞ്ഞ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തതല്ല. അദ്ദേഹം സ്വയം കണ്ടെത്തിയ ഒരു വഴിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ ബിസിനസ്സുകൾ ഉണ്ടാവുന്നു, കൂടുന്നു. അദ്ദേഹം അതിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ടല്ലേ കരുതേണ്ടത്? അങ്ങനെയല്ലേ കാണേണ്ടത്? കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയ തുറന്നാൽ ഇദ്ദേഹം ചെയ്ത ഈ നന്മ പ്രവർത്തികളൊന്നും കാണാതെ, അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക പലരും കുത്തിയിരുന്ന് പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തിച്ചു പോകും. പല വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പലരും പറയുന്നതും പല കുറിപ്പുകളും പല ആക്ഷേപങ്ങളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ ഞാനും കണ്ടതാണ്. ഇതുകൊണ്ട് എന്താ നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെ നമുക്ക് അറിയാൻ കഴിയുന്നത്? ഇദ്ദേഹം ഇത് അങ്ങ് നിർത്തും. എന്തിനാ വെറുതെ ആക്ഷേപങ്ങൾ കേൾക്കുന്നത്? എന്തിനാ വെറുതെ വിമർശനങ്ങൾ കേൾക്കുന്നത്? ഇങ്ങനെ വിമർശനവും ആക്ഷേപങ്ങളും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തെ തന്നെ ബാധിക്കും. എന്തിനാ അതിന് നിൽക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ അങ്ങ് നിർത്തിയാലോ എന്ന് ചിന്തിച്ച സമയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതൊരു വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. വിമർശനങ്ങൾ ഉണ്ടാവാം. ഫലമുള്ള മാവേലെ കല്ലെറിയൂ. ഫലമുള്ള മാവേലെ കല്ലെറിയൂ. ഒരു പൊട്ടമാവേല്, മാങ്ങയില്ലാത്ത ഒരു മാവേൽ ആരെങ്കിലും കല്ലെറിയും? എറിയില്ല. അപ്പോൾ ഈ നന്മമരം, ഈ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ആളുകൾ കല്ലെറിഞ്ഞോട്ടെ. കർത്താവ് പറയുന്ന പോലെ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് വിചാരിച്ച അയാൾ പാപം ചെയ്തെന്നല്ല ഞാൻ ഈ പറയുന്നത്. വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ഒന്ന് ആലോചിക്കണം. നിങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരോ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തവരോ ആരെങ്കിലും ഈ ലോകത്ത്, ഈ ഭൂമി മലയാളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരാളിനെ ഒന്ന് കാണിച്ചതാ. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ അവനവന്റെ ദൃഷ്ടി കൊണ്ടുള്ള നോട്ടത്തിൽ പോലും തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുൻ DGP ഋഷിരാജ് സിംഗ് പറഞ്ഞത് 14 സെക്കൻഡ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നാൽ അത് കുറ്റമാണ് എന്ന് പറയുന്ന പോലെ മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യരും നമ്മുടെ ഇടയിലില്ല. അതാണായാലും പെണ്ണായാലും ആരായാലും. അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാം, ആരെയും വിമർശിക്കാം.
പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എവിടെ കിടക്കുന്നു? ടോണി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആണയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം അതിന്റെ തെളിവിനായി ആ ഗുണഭോക്താവിനെ, ആ വീട്ടുകാർ, ആ കുടുംബത്തെ പോയി കണ്ട് അവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നിങ്ങളിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിയോ? അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? നിങ്ങൾക്ക് നല്ലതല്ലേ ചെയ്തു തന്നുള്ളൂ. പഞ്ചായത്ത് കൊടുത്ത ഒരു ലൈഫ് പദ്ധതിയിൽ കൊടുത്ത ഒരു വീടിന്റെ ബാക്കി പൈസ കൊടുത്ത് അദ്ദേഹം മനോഹരമായ ഒരു വീട് പണി കഴിപ്പിച്ചു കൊടുത്തു. അത് തെറ്റാണോ? അതൊരു തെറ്റാണോ? പഞ്ചായത്ത് കൊടുക്കുന്ന 4-4.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീരുമോ? ഒരു കെട്ടുറപ്പുള്ള ഒരു വീട് തീരുമോ? ഇന്നത്തെ സാധനങ്ങളുടെ വില അനുസരിച്ചും ജോലിക്കൂലി അനുസരിച്ചും ഒരു വീട് തീരുമോ? തീരില്ല. അപ്പോ ബാക്കി പൈസ അയാൾ കൊടുത്തു. അയാൾ പൈസ കൊടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയും. അത് സ്വാഭാവികമാണ്. അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും പറയും. പറയുന്നവരുണ്ടാവാം, പറയാത്തവരുണ്ടാവാം. പക്ഷെ അദ്ദേഹം അത് പറയുന്നു. അദ്ദേഹം അത് പറയുന്നത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ അത് അറിയുന്നത്. കൊണ്ടാണല്ലോ നമുക്കും ഒരു എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ കടയിൽ പോയി സ്വർണം വാങ്ങുന്നത്. നമ്മൾ സ്വർണം വാങ്ങിയാണ്, അദ്ദേഹത്തിന്റെ കടയിൽ പോയി സാധനം വാങ്ങിയാണ് അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നവരും കേൾക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം പോയി സ്വർണം വാങ്ങുന്നില്ല. ആവശ്യമുള്ളവർ മാത്രമേ സ്വർണം വാങ്ങുന്നുള്ളൂ. ആ സ്വർണത്തിൽ ആ വാങ്ങുന്നവരിൽ നിന്ന് കിട്ടുന്ന ആ ലാഭത്തിന്റെ ഒരു വിഹിതമാണ് അദ്ദേഹം ഇങ്ങനെ ഭാഗിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വിമർശനങ്ങളും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും അദ്ദേഹത്തെ കള്ളാന്നൊക്കെ വിളിച്ചാല് അദ്ദേഹം അത് നിർത്തിയാൽ എത്രയോ പേർക്ക് സഹായങ്ങൾ കിട്ടാതെ വരും. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് പെരുവിടിയിൽ കിടക്കുന്നുണ്ട്. കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള ഒരു ഭവനമില്ലാതെ എത്രയോ കുടുംബങ്ങൾ ഇന്ന് തെരുവിൽ അലയുന്നുണ്ട്. വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ ആളുകളുടെ വീട് ജപ്തിയായി കിടക്കുന്നുണ്ട്. ജപ്തി ഭീഷണിയിൽ കഴിയുന്നുണ്ട്. തൊഴിലില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. വരുമാനമില്ലാതെ, കുട്ടികളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്. ആവശ്യത്തിന് പൈസ ഇല്ലാതെ ചികിത്സ മുടങ്ങിക്കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്ന ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ ഗുണം ചെയ്തില്ലേലും ദോഷം ചെയ്യരുത്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണ്ട, നല്ലതൊന്നും പറയണ്ട. പക്ഷേ നിങ്ങൾ അവരുടെ മനസ്സ് മടുപ്പിക്കരുത്. അവരെ വിമർശിച്ച്, അവരെ കൊള്ളക്കാരാന്നൊക്കെ വിളിച്ച്, അവരെ ആക്ഷേപിച്ച് അവരുടെ മനസ്സ് മടുപ്പിക്കരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പുള്ളി ചെയ്യുന്നു, ചെയ്തോട്ടെ, അത് ചെയ്യണം. ആരെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? മനുഷ്യരല്ലേ? ആരെങ്കിലുമൊക്കെ ചെയ്യണം. അവരൊക്കെ ചെയ്യട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീഡിയോകളും കുറിപ്പുകളും ഒക്കെ, പലരുടെയും കുറിപ്പുകളൊക്കെ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്.